സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയിൽ ജീവിതം കൊണ്ടങ്ങു പൂർത്തിയാക്കുമ്പോൾ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയുന്നു. സ്നേഹം മരണമാണെന്നു ഞാൻ കാണുന്നു. സ്നേഹം ബലിയായി തീരുന്നു, ചങ്കും ചോരയുമേകുന്നു. സ്നേഹം കുരിശിൽ പൂർണ്ണമാകുന്നു. സ്നേഹം കുർബാനയായി മാറുന്നു. നല്ല ദൈവത്തിൻ്റെ മുൻപിൽ കൂപ്പുകരങ്ങളോടെ ആയിരിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയം ഈശോ നമ്മുടെ അടുത്തേക്ക്, കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മെ കേൾക്കാൻ അവിടുന്ന് കാതോർത്തിരിക്കുന്നു. ഈശോയ്ക്കറിയാം, ഈശോയുടെ കുഞ്ഞ് രാവിലെ ഉണർന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് ദാ ഇപ്പോൾ കടന്നു വരുമെന്ന്. നമ്മുടെ വരവും കാത്ത് ഈശോ ഇങ്ങനെ നമ്മളെ കേൾക്കാനായിട്ട് സ്വർഗം തുറന്ന് കാത്തിരിക്കുന്ന സമയമാണ് നീ പ്രാർത്ഥിക്കുന്ന സമയം. ആശ്വാസത്തിനായിട്ട് ഓടിച്ചെല്ലാൻ ഈശോയുടെ സന്നിധി അല്ലാതെ മറ്റൊരിടം നമുക്കില്ല. നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമുക്ക് മറ്റൊരു സ്ഥലമില്ല. ആരാധിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എല്ലാം ഈശോയ്ക്ക് കൊടുത്ത് നമുക്കവിടുത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം വരെ ഒന്നിനും ഒരു കുറവും കൂടാതെ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു പരിപാലിച്ച അവിടുത്തെ സ്നേഹത്തെയോർത്ത് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു. സ്വർഗത്തിൽ സ്വർഗ സാന്നിധ്യത്തിൽ ആ പ്രാർത്ഥന എത്തുന്നു. നിഷ്കളങ്ക ഹൃദയത്തോടെ ഈ സമയം നമുക്ക് ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈ ലോകത്തിലെ മറ്റെന്തിനേക്കാളും ഉപരിയായി ഈശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വില കൊടുത്ത് വാങ്ങിയതാണല്ലോ ഞങ്ങളെ ഓരോരുത്തരെയും. സ്വന്തം രക്തമൊഴുക്കി ജീവൻ കൊടുത്ത് വീണ്ടെടുത്തതാണ് ഞങ്ങളെ ഓരോരുത്തരെയും. ഇതുപോലെ ഞങ്ങളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാർക്കുമാവില്ല. ഈശോയെ പോലെ തന്നെ ഞങ്ങളെ സ്നേഹിച്ച ഒരാളാണ് പരിശുദ്ധ അമ്മയും. ഏക മകനെ കണ്ടു കൊതി തീരും മുമ്പേ അമ്മ ഈ ലോകത്തിനായി നൽകിയില്ലേ? ഇവൻ തനിക്ക് സ്വന്തമല്ലെന്നും ഈ ലോകത്തെ രക്ഷിക്കാനുള്ളവനാണെന്നും അമ്മ അറിഞ്ഞിരുന്നു. കുരിശിൽ തറയ്ക്കപ്പെടാൻ മകൻ കാൽവരിയിലേക്ക് നീങ്ങുമ്പോൾ മകനു പകരം മക്കളെ ഏറ്റെടുക്കാൻ അമ്മ കുരിശിൻ ചുവട്ടിലേക്ക് യാത്രയാകുകയാണ്. കാൽവരിയിലേക്കുള്ള കുരിശ് യാത്രയിൽ ഒരമ്മയെന്ന നിലയിൽ മറിയത്തിന് പലവട്ടം കാലിടറിയിട്ടുണ്ടാകും. എന്നാലും തളർന്നു വീഴാതെ, മോഹാലസ്യത്തിൽ അമരാതെ അവളുടെ ഹൃദയമന്ത്രം, എൻ്റെ മകനെ, ഞാൻ നിന്നോട് കൂടെയുണ്ട്, എൻ്റെ പൊന്നു മകനെ, ഈ അമ്മ നിൻ്റെ കൂടെയുണ്ട് എന്നത് തന്നെയായിരുന്നു. കുരിശും വഹിച്ചുകൊണ്ടുള്ള കാൽവരി യാത്രയിൽ അമ്മയുടെ സാന്നിധ്യം ക്രിസ്തുവിന് തളരാതിരിക്കാൻ വലിയ കരുത്തേകി. കുരിശുമായി വീണുപോയ മകനോട് മാത്രമല്ല, ജീവിത വഴികളിൽ, സഹനവേളകളിൽ വീണുപോകുന്ന എന്നോടും നിന്നോടുമൊക്കെ ഇന്ന് ഈശോയുടെ അമ്മയ്ക്ക് പറയാനുള്ള ഹൃദയമന്ത്രം, മകനെ, മകളെ, അമ്മയുണ്ട് കേട്ടോ നിൻ്റെ കൂടെ, വിഷമിക്കേണ്ട, അമ്മയുണ്ടെന്നേ നിൻ്റെ കൂടെ എന്ന് തന്നെയാണ്. പരിശുദ്ധ മറിയത്തോടൊപ്പം യാത്ര ചെയ്യാനാണ് ഇന്ന് ഈശോ നമ്മോടൊക്കെ പറയുന്നത്. ഈ സ്വരം ഗൗരവമായി എടുത്തവരാരും ജീവിതയാത്രയിൽ കാൽവഴുതി വീണിട്ടില്ല, വഴിയറിയാതെ നിന്നിട്ടില്ല, ഇരുളിൽ തട്ടി തടഞ്ഞിട്ടില്ല. മുന്നോട്ടുള്ള യാത്രയിൽ വിരൽ തുമ്പ് പിടിക്കാനും കൂടെ കൂട്ടാനും നീ ആഗ്രഹിക്കേണ്ടത് അമ്മ മറിയത്തെയാണ്. അമ്മ കൂടെയുണ്ടെങ്കിൽ നിന്റെ യാത്രകളെ സ്വർഗീയ യാത്രകളാക്കി അവൾ മാറ്റും. ഈശോയിലേക്കുള്ള കുറുക്കു വഴിയാണ് പരിശുദ്ധ അമ്മ. അമ്മയെ ഓർക്കാത്ത, അമ്മയോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും നിനക്കുണ്ടാകരുത് കേട്ടോ. അമ്മയെ കൂടെ കൂട്ടിയവരെല്ലാം രക്ഷകൻ്റെ നെഞ്ചിൻ്റെ താളം സ്വന്തമാക്കിയിട്ടുണ്ട്. അമ്മ മാതാവേ, ഇന്നീ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്,
എൻ്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളിലേക്ക്, ഇന്നിൻ്റെ ആവശ്യങ്ങളിലേക്ക്, എൻ്റെ മക്കളുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളിലേക്ക് അമ്മേ മാതാവേ, അമ്മ ഈശോയുമായി ഇന്നൊന്ന് കടന്നു വരണമേ. എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ ഈശോയോട് അമ്മയൊന്ന് പ്രാർത്ഥിക്കണമേ. ഞാനറിയും നമ്മെ നിന്റെ ഈ സ്നേഹം ഒരു നാളുമെന്നെ പിരിയില്ലെന്ന്. ഞാനറിയും നമ്മെ നിന്റെ ഈ സ്നേഹം ഒരു നാളുമെന്നെ പിരിയില്ലെന്ന്. പാപിയായി ഞാനേറെ ദൂരത്തു പോകിലും അമ്മ എന്നെ കാത്തിരിക്കും നിറകണ്ണുമായി. പാപിയായി ഞാനേറെ ദൂരത്തു പോകിലും അമ്മ എന്നെ കാത്തിരിക്കും നിറകണ്ണുമായി. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. കരൾ പൊട്ടിക്കരയുമ്പോൾ ഇടനെഞ്ചു വിങ്ങുമ്പോൾ കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. കരൾ പൊട്ടിക്കരയുമ്പോൾ ഇടനെഞ്ചു വിങ്ങുമ്പോൾ കണ്ണുനീരൊപ്പുവാൻ നീ വരണം. പ്രിയപുത്രനോടെനിക്കായി പ്രാർത്ഥിക്കണം. അമ്മേ അമ്മേ അമലേ കൂടെയുണ്ടാകണമേ. അമ്മേ അമ്മേ മരിയേ കൂട്ടായിരിക്കണമേ. കർത്താവിൻ്റെ അനുഗ്രഹത്തിനായി നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നിന്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടവും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവർത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ മാർഗത്തിൽ ചരിച്ചാൽ കർത്താവ് നിന്നോട് ശപഥം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ തൻ്റെ വിശുദ്ധ ജനമായി ഉയർത്തും. കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിനക്ക് നൽകാമെന്ന് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ദേശത്ത് കർത്താവ് ധാരാളം മക്കളെയും കന്നുകാലികളെയും നിനക്ക് തരും. സമൃദ്ധമായ വിളവ് നൽകി അവിടുന്ന് നിന്നെ സമ്പന്നനാക്കും. കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും. നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും.
നീ ആരുടെയും ആജ്ഞാനുവർത്തിയായിരിക്കുകയില്ല. ഇന്നു ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധിയുണ്ടാകും, നിനക്കൊരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. ഞാനിന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. ദൈവമായ കർത്താവിന് സ്തുതി. ഓ യേശുവേ, ഈ പ്രഭാതത്തിൽ ഉണർന്ന് ഈ വചനമേറ്റു പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, മക്കളുടെ ജീവിതങ്ങളിലേക്ക്, തലമുറകളിലേക്കെല്ലാം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് മാംസം ധരിക്കട്ടെ. ഞങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഒരു നിമിഷം നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ സംരക്ഷണത്തിന് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ യോഗ്യതകളാലും അങ്ങ് ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിലുള്ള വിശ്വാസത്താലും എൻ്റെ ജീവൻ്റെ മേൽ തികഞ്ഞതും സമ്പൂർണവുമായ സംരക്ഷണം ഞാൻ അവകാശപ്പെടുന്നു. കർത്താവായ ഈശോയെ, എനിക്ക് ഉപദ്രവകരവും തിന്മയുമായി ഭവിക്കാവുന്ന എല്ലാത്തിൽ നിന്നും എന്നെ കാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ഈശോയെ, സർവ്വ തിന്മകളിൽ നിന്നും, സാത്താൻ്റെ ആക്രമണങ്ങളിൽ നിന്നും, രോഗപീഠകളിൽ നിന്നും, യാദൃശ്ചികമായ അപകടങ്ങളിൽ നിന്നും, മരണത്തിൽ നിന്നും, പ്രകൃതിയിലുണ്ടാകുന്ന എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സമാധാനം, സന്തോഷം, സ്നേഹം, ക്ഷമാശീലം, ജ്ഞാനം, വിശ്വാസം എന്നിവയാൽ എന്നെ നിറയ്ക്കണമേ. ഈശോയെ, അങ്ങേക്ക് നന്ദി. പിതാവായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനു വേണ്ടി കർത്താവായ ഈശോ മിശിഹ ഗാഗുൽത്തായിൽ എനിക്ക് വേണ്ടി ചിന്തിയ തിരുരക്തം വഴി എന്നെ തന്നെയും എനിക്ക് പ്രിയമുള്ള എല്ലാവരെയും, എൻ്റെ എല്ലാ സ്നേഹിതരെയും, എൻ്റെ വീട്ടിലുള്ള എല്ലാവരെയും ഞാനിതാ അങ്ങേ സംരക്ഷണയ്ക്കായി ഭരമേൽപ്പിക്കുന്നു. ഈശോ മിശിഹായുടെയും അവിടുത്തെ തിരുരക്തത്തിൻ്റെയും നാമത്തിൽ ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ഭൂഗർഭത്തിലും അധോലോകത്തിലുമുള്ള എല്ലാ ദുഷ്ടശക്തികളെയും ഞാൻ ബന്ധിക്കുന്നു. മിശിഹായുടെ തിരുരക്തത്താൽ ഞാനായിരിക്കുന്ന ഈ മുറിമേലും ഈ ഭവനത്തിന്മേലും ഞാൻ മുദ്ര വയ്ക്കുന്നു. യാതൊരു ദുഷ്ടശക്തിയും മൃതലോക സംസർഗങ്ങളും ഇവിടെ ഉണ്ടാകാതിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇന്നേ ദിനം മുഴുവൻ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കാവൽ മാലാഖയുടെ സംരക്ഷണം ലഭിക്കുന്നതിനും നമ്മുടെ പേരിൻ്റെ കാരണഭൂതനായ വിശുദ്ധൻ്റെ അല്ല വിശുദ്ധിയുടെ സംരക്ഷണം ലഭിക്കുന്നതിനും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താനായിട്ട് എന്നെ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃത സമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.